ഇന്നുവരെ കാണാത്ത അതും ഒരു ജനപ്രതിനിധിയെ ഇത്തരത്തിൽ നാടകീയമായി പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ടി വരുന്നു. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ ഒരു ജനപ്രതിനിധി, ഒരു MLA അറസ്റ്റിലാകുന്നു. ആ രംഗങ്ങളെല്ലാം നമ്മൾ കണ്ടു. പിന്നീട് മെഡിക്കലിന് കൊണ്ടുപോകുന്നത് കണ്ടു, അവിടെയുള്ള പ്രതിഷേധം കണ്ടു. അതിനുശേഷം എങ്ങനെയായിരിക്കും ഇനി MLA സ്ഥാനത്തിന്റെ കാര്യത്തിൽ എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ പ്രതിപക്ഷത്തു നിന്നും ഭരണപക്ഷത്തു നിന്നും എല്ലാം വന്നത് കണ്ടു. അപ്പോൾ എന്തായിരിക്കും ഇനി രാഷ്ട്രീയ കേരളത്തിൽ ഈ ഒരു അറസ്റ്റ് കൊണ്ട്, ഈ ഒരു റിമാൻഡ് കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്? രാഹുലിന്റെ കേസിന്റെ കാര്യം നിയമപരമായി രാഹുൽ തുടക്കം മുതൽ തന്നെ പറയുന്നത് പോലെ നിയമപരമായി നേരിടും. പക്ഷെ രാഷ്ട്രീയമായിട്ട് എങ്ങനെയായിരിക്കും ഇതിനെ നേരിടുക? പ്രതിപക്ഷത്തിന്റെ ഇനിയുള്ള ഉത്തരവാദിത്വം എന്താണ്? രാഹുലിനെ അറസ്റ്റ് ചെയ്യുകയോ ജയിലിലടയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, അത് തങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന വിഷയമല്ല എന്ന നിലപാടാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും സ്വീകരിച്ചത്. രാവിലെ ആദ്യം വിഷയത്തിൽ പ്രതികരിച്ചത് മുരളീധരനാണ്. മുരളീധരൻ പറഞ്ഞത് കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളാത്തവനാണെന്ന് നേരത്തെ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു, അതുകൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. മാത്രമല്ല, ഒതേനെ കുറിച്ച് പഴയ വടക്കൻ പാട്ടിൽ പറയുന്നത് പോലെ പല മതിലുകളും ചാടിയിട്ടുള്ളവനാണ് എന്നും ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അത്ര പെട്ടെന്ന് തിരക്കിട്ട് പുറത്താക്കാനുള്ള തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തിയത്. അതുകൊണ്ട് ഇത് ഏതെങ്കിലും തരത്തിൽ പാർട്ടിയെ, കോൺഗ്രസിനെ ബാധിക്കുന്ന വിഷയമല്ല എന്നൊരു നിലപാടാണ് എല്ലാ നേതാക്കന്മാരും രാവിലെ മുതൽ സ്വീകരിക്കുന്നത് നമ്മൾ കാണുന്നത്. VD സതീശനാവട്ടെ, അതിനുശേഷം KPC പ്രസിഡന്റ് സംസാരിക്കുന്നു, KC വേണുഗോപാൽ സംസാരിക്കുന്നു. ഇവരൊക്കെ ഏതോ ഒരാളെ, അവർക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ലാത്ത ഒരാളെ ഒരു കേസിൽ പിടിക്കപ്പെട്ടു, അതിനുശേഷം അറസ്റ്റിലാവുന്നു എന്ന തരത്തിലുള്ള പ്രതികരണമാണ് അവരുടെയൊക്കെ ഭാഗത്തുനിന്ന് രാവിലെ മുതൽ ഉണ്ടാവുന്നത്. അത് പാർട്ടിയുടെ പൊതുവായ ഒരു തീരുമാനമാണ് എന്ന് വേണം നമുക്കതിനെ കണക്കാക്കാൻ, മനസ്സിലാക്കാൻ. അതായത് നേരത്തെ തന്നെ ഇത്തരത്തിലൊരു വിഷയം ഉണ്ടാകുമ്പോൾ പാർട്ടി അയാൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി, പിന്നീട് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി. ഒടുവിൽ രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി ജാമ്യം നിഷേധിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ആ നിമിഷം തന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. മാത്രമല്ല, പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള വിവരം ഔദ്യോഗികമായി സ്പീക്കറെ പാർലമെന്ററി പാർട്ടി ലീഡർ രേഖാമൂലം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് രാഹുലിനെ അയോഗ്യനാക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് സ്പീക്കറാണ്. ഈ പന്ത് ഇനി സ്പീക്കറുടെ കോർട്ടിലാണ് എന്നൊരു നിലപാടാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ CPM അങ്ങനെയല്ല അതിനെ കാണുന്നത്. CPM കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം വിഷയം വലിയ തോതിൽ ചർച്ചയൊക്കെ ആക്കിയതാണ്. പക്ഷേ എന്നിട്ടും അത് എത്രത്തോളം ഗുണകരമായി എന്നൊരു ചോദ്യം അവിടെ അപ്പോഴും ബാക്കിയുണ്ട്. എന്നാൽ കൂടിയും CPM അവർക്ക് കിട്ടിയ ഒരു അവസരം, ഒരു രാഷ്ട്രീയ അവസരം എന്ന നിലയ്ക്ക് രാഹുലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസിനെ കടന്നാക്രമിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അവർ പറയുന്നത് കോൺഗ്രസിന്റെ നേതാവ് എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയ്ക്ക്, MLA എന്ന നിലയ്ക്ക് അത്തരത്തിലാണ് ഈ തോന്നിവാസങ്ങൾ എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ കാട്ടിക്കൂട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിക്ക് മാറി നിൽക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് CPM നേതാക്കളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, രാഹുലിനെ MLA സ്ഥാനം രാജിവെക്കണമെന്ന രാഹുലിനോട് ആവശ്യപ്പെടാനുള്ള ധാർമ്മികതയുണ്ട്, ബാധ്യതയുണ്ട് കോൺഗ്രസിന്റെ ചിഹ്നത്തിലാണ്, കൈപ്പത്തി ചിഹ്നത്തിലാണ് രാഹുൽ അവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് അയാളോട് രാജിവെക്കാൻ പറയേണ്ട ധാർമ്മിക ബാധ്യതയും കോൺഗ്രസിനുണ്ടായിരുന്നു. മാത്രമല്ല, കോൺഗ്രസിന്റെ ചില പ്രധാനപ്പെട്ട നേതാക്കൾ അവരുടെയൊക്കെ ആശീർവാദത്തോടു കൂടിയാണ്, അനുഗ്രഹത്തോടു കൂടിയാണ് ഇത്തരം ക്രിമിനൽ പ്രവർത്തികളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെട്ടിട്ടുള്ളത്. അതിന്റെ ഫലമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ പരാതികളൊക്കെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആയിരുന്നില്ല രാഹുൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ക്രിമിനൽ പ്രവർത്തികളൊക്കെ ചെയ്തു പോന്നിരുന്നത് എന്ന നിലപാടാണ് കോൺഗ്രസ് എടുക്കുന്നത്. അത് കോൺഗ്രസിന്റെ ജീർണിച്ച രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഉദാഹരണം കൂടിയാണ് എന്ന തരത്തിലാണ് MV ഗോവിന്ദൻ, CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ അല്പസമയം മുമ്പ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്.